നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 50% വിഷമങ്ങൾക്കും ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വളരെയധികം ജീവിതം വെറുത്ത് അവനിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സന്യാസിമാർ താമസിക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്നതുകൊണ്ടോ അവൻ അതിലൊരു സന്യാസിയോട് പോയി ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്, ഇത്ര സമാധാനം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ സന്യാസി പറഞ്ഞു, ഞാനത് നിനക്ക് പറഞ്ഞുതരാം, നീ എൻ്റെ കൂടെ ഒന്ന് നടക്കാൻ വാ എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി നടക്കാൻ പോയി. അപ്പോൾ പോകുന്ന സമയത്ത് സന്യാസി പറഞ്ഞു, ആ കാണുന്ന കല്ല് നീ ഒന്ന് എടുത്ത് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. അത്യാവശ്യം ഭാരമുള്ളൊരു കല്ല് അവനെടുത്ത് കയ്യിൽ പിടിച്ചു. അവർ രണ്ടുപേരും നടത്തം തുടർന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഇവനെ നടത്തം വെറുത്തു. ഇവൻ്റെ കൈ വേദന എടുക്കാൻ തുടങ്ങി, ഷോൾഡർ വേദന എടുക്കാൻ തുടങ്ങി. ഇവൻ പറഞ്ഞു, എനിക്ക് നടക്കാൻ വയ്യ, വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി അവനോട് ചോദിച്ചു, നമ്മൾ നടന്നു വരുന്ന വഴിക്ക് കുറച്ച് പൂക്കൾ പൂത്തായിരുന്നു, നീ അത് കണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനത് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. കിളികൾ പാട്ട് പാടിയത് ശ്രദ്ധിച്ചോ? അതും ശ്രദ്ധിച്ചില്ല, കാരണം എൻ്റെ കയ്യിൽ കല്ലിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുക? അവനാകെ ദേഷ്യം വന്നു. അപ്പോൾ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നോട് ഞാൻ കല്ലെടുക്കാനല്ലേ പറഞ്ഞുള്ളൂ, അതിങ്ങനെ ചുമന്നോണ്ട് നടക്കാൻ പറഞ്ഞില്ലല്ലോ. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ ജീവിതത്തിൽ പണ്ട് ചില വ്യക്തികളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ നമുക്കതൊന്നും മറക്കാൻ കഴിഞ്ഞു എന്ന് പോലും വരില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ഇപ്പോഴും അത് ചുമന്നോണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഒട്ടും നല്ലതല്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എത്രയോ ആളുകൾ ഇന്നത്തെ പ്രഭാതം കണ്ടിട്ടില്ല. പണ്ടെപ്പോഴോ ഒരു വ്യക്തിയിൽ നിന്നൊരു മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മോശമല്ല, ആ വ്യക്തി മോശമാണ്, അത്രേ ഉള്ളൂ. അതിന് നമ്മുടെ ലൈഫിനെ ക്രൂശിക്കേണ്ട യാതൊരു ആവശ്യമില്ല.